ഹായ്, കുഞ്ഞാറ്റ ഇച്ചായൻ ഇഷ്യൂല് ഒരു ചെറിയ അപ്ഡേഷൻ ഉണ്ട്. അത് പറയണമെന്ന് തോന്നി. ആക്ച്വലി ഞാൻ ഈ വിഷയം എടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങ് വിട്ട കേസാണ്. അവൻ വീണ്ടും കിടന്ന് അലയ്ക്കുന്നത് കൊണ്ടാണ് രണ്ടാമത് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പം ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ തുടർന്ന് മല്ലു ഫാമിലി എന്ന് പറയുന്ന ആള് സുജിൻ ഇതെടുത്തിട്ട് കുറെ അധികം ഡ്രാമ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ നടത്തണമെന്ന് എനിക്ക് തോന്നിയതിന്റെ കാരണം, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ വിളിച്ചൊന്ന് വിരട്ടിയിട്ടുണ്ട് മല്ലു. എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം ഭാര്യയുടെ പാതിവൃത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകൊച്ചിനെ പിടിച്ചിടുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. അവൾ എന്തിനാണ് സംസാരിച്ചത്, അവൾ എന്തിനാണ് അവനുമായിട്ട് ഇടപെട്ടത്, അവൾ എന്തിനാണ് ഇത്രയും കേട്ടോണ്ടിരുന്നത്, ഇതൊക്കെ സുജിൻ ചോദിക്കേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ഈ അനാവശ്യമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പെണ്ണോട് ചേർന്ന് ചോദിക്കുന്നത്? പെണ്ണൊരു കേസ് കൊടുത്താൽ എല്ലാം തൂങ്ങണ കേസാണ്. ഏതായാലും ആ പെൺകുട്ടിക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല എന്നും മുൻപോട്ട് വരാൻ താല്പര്യമില്ല എന്നും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാൻ താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞു. അവൾ മാത്രമല്ലല്ലോ ഈ ചാറ്റ് ഹിസ്റ്ററി നടത്തിയിട്ടുള്ളത്, അവൾ മാത്രമല്ല, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അമൽ അധികം ഇളകാൻ നിൽക്കണ്ട. അവളെ കൊണ്ടുവന്ന് അവളെ പേടിപ്പിച്ച് അവളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അങ്ങ് ഒതുക്കാന്നുള്ള വിചാരമാണെങ്കിൽ അമലിന് ആള് മാറിപ്പോയെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഈ വിഷയം പറയുന്നതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞാറ്റയുമായിട്ടുള്ള ബന്ധം തകരാനുള്ള കാരണം ഈ പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. കുഞ്ഞാറ്റയുമായിട്ട് ചാറ്റ് നടത്തുന്നത് ഈ ബന്ധത്തിന് എതിരായിട്ട് അവൾ കുഞ്ഞാറ്റ ഇട്ട പോസ്റ്റിന് ശേഷമാണ്. കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇടുകയാണ്, എനിക്ക് ഈ ബന്ധവുമായിട്ട് വേണ്ട, ഞാൻ സിംഗിൾ ആയിട്ട് ഇരിക്കാൻ തീരുമാനിക്കുന്നു പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ട് താഴെയാണ് ആ പെൺകുട്ടി ആ വീഡിയോ ആ പറഞ്ഞ സ്പെസിഫിക് സാധനവും ഇട്ട് കൊടുത്തിട്ട് ആണ് പറയുന്നത്, ചേച്ചി നല്ല തീരുമാനമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇത് ഞാൻ ഇവിടെ വെക്കാം, അത് കണ്ടു നോക്കാം. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് ആ കുട്ടി അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതിന് മുമ്പ് എങ്ങനെ ബന്ധപ്പെട്ടെന്നാണ് ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, നരേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമലും കുഞ്ഞാറ്റയും തമ്മിൽ തെറ്റാനുള്ള കാരണം ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി അനാവശ്യമായ കള്ളച്ചാറ്റ് അവന് കൊടുത്തു എന്നും. ഒരിക്കലുമല്ല. ആ പെൺകുട്ടി അത് അടിച്ചു പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത ചാറ്റ് എൻ്റെ ഇതിൽ നിന്നാണ്, അത് ബ്ലോക്ക്ഡ് ആണ്, അവനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അക്കൗണ്ട്. ഈ പെൺകുട്ടിയും അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇനി അത് റിക്കവർ ചെയ്യണമെങ്കിൽ പോലീസ് വിചാരിക്കണം. കേസ് കൊടുത്താൽ അവൾ എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാന്ന് പറയുന്നു. അവൾ മാത്രമല്ല, അവൻ ഡിലീറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് പോയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പരാതി കൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറ് തന്നെയാണ്. ഇവൻ കേസ് കൊടുത്താൽ അവർ വന്ന് സാക്ഷി പറയുമെന്നുള്ളതിൽ തർക്കമേ വേണ്ട. കാരണം അവർക്ക് എല്ലാവർക്കും ഉണ്ടായ സമാന അനുഭവമാണ്. ഇവന് ഒരാളൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അമ്മാതിരി ഇവൻ ചെയ്തതിന് ശേഷം ഇപ്പോ സുജിന്റെ പ്ലേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സുജിന്റെ അടുത്ത് വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നത് അതെന്ത് അടിസ്ഥാനത്തിലാണ്? അതെന്തിനാണ്? ഇപ്പൊ അമലിന് വേണ്ടിയിട്ട് ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പേരും അതിന്റെ വോയിസും അതിന്റെ അഡ്രസ്സും ഒക്കെ അവൻ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ പേടിപ്പിക്കണത് എന്തിനാണ്? അതെനിക്ക് മനസ്സിലായില്ല. അതെന്ത് അടിസ്ഥാനത്തിലാണ്? അതെന്തിനാണ് ആ കുട്ടീനെ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ ഭാര്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അവള് അതേ എന്ന് ഉത്തരം പറയുന്നു. പിന്നെന്താ? പിന്നെ ഒരു കോൺഫറൻസ് ഇട്ട് സംസാരിക്കുമ്പോൾ അവളെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പതറിയെന്ന്. അത് പതറൂലേ? പിന്നെ അതിന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. അമലിന് ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് അവനിട്ട വീഡിയോയ്ക്കകത്ത് അവൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഞാനല്ല അത് അയച്ചത്, പക്ഷെ അത് ഞാൻ സോറി പറഞ്ഞു, അവൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അവൾക്ക് മെസ്സേജ് അയച്ചിട്ടും ഇവന് മനസ്സിലായില്ലേ അത് ഗ്രീഷ്മയാണെന്ന്? മനസ്സിലായിട്ടില്ലേ? ആരെയായി പറ്റിക്കുന്നേ? ഇത് കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടിയാണ്. സുഹൃത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുജിൻ ഇറങ്ങി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാക്കി നിങ്ങൾ പറയുക. ഞാൻ സുജിനെ വിളിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ വിഷയമുണ്ട്, അവന്റെ ആ ഗമണ്ടും അവന്റെ ആ ദേഷ്യവും നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഹലോ ഹലോ, ആരാണ്? ഷെഫീന ബീവിയാണ്. ആ കുട്ടി വിളിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് എന്തോ അവളെ പേരെന്തോ പറയണു, എന്തോ പ്രശ്നം എന്താന്ന് പറയണു. എന്താ നിങ്ങൾ എന്തിനാ അത് പബ്ലിഷ് ചെയ്യണേന്നുള്ളതാണ് അവളുടെ ചോദ്യം. അത് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നത്. ഇതിന് നിങ്ങൾ എനിക്ക് വിളിക്കേണ്ട ആവശ്യം? നിങ്ങൾ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്ന് വിളിച്ച് ചോദിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അല്ല നിങ്ങൾ ഇത് എന്റെ അടുത്ത് ചോദിക്കാനുള്ള അതായത് നിങ്ങളും ഞാനും തമ്മിൽ എന്താ ബന്ധം ഉണ്ടെങ്കിലേ ഇത് ചോദിക്കാൻ പറ്റുള്ളൂന്നുണ്ടാ സുജിനെ? എന്ത് വർത്താനാ പറയുന്നേ? ഫോണ് ബ്ലോക്ക്ഡ് ആണ്, ഇത് ഞാൻ മൂലമാണ് നിങ്ങളിൽ എത്തി. നിങ്ങൾ എന്റെ ഫോട്ടോ കാണിച്ചല്ലേ പറഞ്ഞത്? എന്റെ വീഡിയോ കണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്ക്രീൻഷോട്ട് ആരെ കയ്യിൽ നിന്ന് കിട്ടിയാലും ആ കുട്ടിയുടെ ഫോൺ എടുക്കാത്തത് കൊണ്ട് അതൊന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നല്ലേ നിന്റെ അടുത്ത് ചോദിച്ചോളൂ. അതിന് ഇത്ര തിളക്കണ എന്തിനാ? അല്ല, അപ്പൊ ആ കുട്ടി അമ്പലിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ പോലെ ഞാൻ ചോദിക്കണത് അവളെ കയ്യിൽ മറുപടി ഇല്ലല്ലോ. അപ്പൊ അതെന്താ? എന്താ അമലിന്റെ അടുത്ത് സംസാരിച്ചെന്ന്? എത്രയും പെണ്ണുങ്ങളെ പറ്റിയിട്ട് അമല് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത്. അപ്പൊ ഇത്രയും പെണ്ണുങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇവള് എന്താ കേട്ടിരുന്നത്രേ? അതിന്റെ അതിപ്പോ ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ അത് കേൾക്കുക. അങ്ങനല്ല, അവരൊരു സമയത്ത് അവരോട് സംസാരിച്ചിരുന്നായിരുന്നു അമലുമായിട്ട്. പിന്നെ അമലുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ തെറ്റിയപ്പോ ഈ 2 വർഷം മുന്നുള്ള കാര്യം എന്തിനാണ് ഇപ്പൊ കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് പറഞ്ഞത്? അവള് അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ ഈ ഡിവോഴ്സ് ആയ സമയത്താണ് ആ കുട്ടിയെ ഇൻഫർമേഷൻ കൊടുത്തെന്നാ പറയുന്നത്. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്?
ഡിവോഴ്സ് ആയി 2 വർഷം മുന്നേ നടന്ന കാര്യത്തിനെ പറ്റി ഇപ്പൊ മെസ്സേജ് അയക്കേണ്ട ആവശ്യം എന്തള്ളു? ഇങ്ങനെ ഒരു വിഷയം നടന്നെന്ന് അവനും സമ്മതിക്കുന്നുണ്ടല്ലോ സുജിനെ. ഇല്ല ഉണ്ട് ഇല്ല സമ്മതിക്കില്ല. ഉണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? ഞാൻ കോൺഫറൻസ് കോൾ ഇപ്പൊ വിളിച്ചിട്ട് രണ്ടാളും ഫോണിൽ എന്ത് പറഞ്ഞു എന്നല്ല, അവൻ വീഡിയോക്കകത്ത് അവള് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമില്ല, ഞാൻ അത് കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ ഞാനും ഉണ്ട്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? സുജിൻ ഇതിനകത്ത് ഭാര്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ടാണോ അമലിന് വേണ്ടി നിലകൊള്ളുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സുജിൻ ഇതിനകത്ത് വ്യക്തമായി പറയുന്നത് ആ അമലിന് വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടി എന്തിനു സംസാരിച്ചു? ആ പെൺകുട്ടി സംസാരിച്ചത് കൊണ്ടല്ലേ നിന്റെ ഭാര്യയെ പറ്റി അവൻ പറഞ്ഞത് അറിഞ്ഞത്. അവൻ നിന്റെ ഭാര്യ മാത്രമല്ലല്ലോ, എന്നാ കുഞ്ഞാറ്റയുടെ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞാറ്റയുടെ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വേറെ സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവൻ പൊങ്ങല് പറഞ്ഞ ആ കൊച്ചു കേട്ടോണ്ടിരുന്നു. അതിന് അത്ര പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പൊടിക്കുട്ടിയായിരുന്നില്ലേ? 8ാം തരത്തിലോ 9ാം തരത്തിലോ പഠിച്ചിരുന്ന കുട്ടിയാണ്, അത്ര പ്രായമേ ഉള്ളൂ അത്. ആ കുട്ടി അത് സംസാരിച്ചുകൊണ്ടിരുന്നു, അത് കേട്ടിരുന്നു. ഇത് ഡിവോഴ്സ് ആയി എന്ന് അറിഞ്ഞപ്പോ അവൾ ആ സന്തോഷത്തിൽ ആ പെൺകുട്ടിനൊരു മെസ്സേജ് അയച്ചു. അത് മാത്രമൊന്നുമില്ലല്ലോ ചാറ്റ് ഹിസ്റ്ററി ഉള്ളത്. പിന്നെ എവിടെ വേണോലും സാക്ഷി പറയാൻ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഈ കോംപ്ലിക്കേഷൻ? എന്തായാലും ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി എവിടെ വേണോ ഞാൻ വരാം, എവിടെ വേണോ ഞാൻ വന്ന് സംസാരിക്കാം, എവിടെ വേണോ വന്ന് ഞാനിത് പറയാം. എനിക്ക് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇഷ്ടംമാതിരി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന്. ഇവര് ഇത് പറഞ്ഞ് ആ കുട്ടി ആകെ ഭയന്നിട്ടുള്ള, കാരണം അതിന്റെ വീട്ടും പേരും കുടുംബ പേരും അതിന്റെ അഡ്രസ്സും ഒക്കെ അവൻ ചോദിച്ചപ്പം പേടിച്ചങ്ങ് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി പേടിച്ചിട്ടാണുള്ളത്, അതുകൊണ്ടാണല്ലോ ഇവ സ്കോർ ചെയ്ത് പോയത്. ഇവൻ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇവൾ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ നടത്തിയിട്ടുള്ളത്. 2 വമ്പന്മാരും കൂടെ ഓർത്തോണം, ഒരു പെൺകുട്ടിയെ അതിനെ സൂയിസൈഡിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിച്ച് അതിനെ ഇവിടുന്ന് വിദേശത്തേക്ക് കടത്തി അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക മാത്രമല്ല ഈ പെൺകൊച്ചിന്റെയും ജീവിതം വെച്ച് കളിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നടന്നത് തന്നെ. സുജിന് ഒരു അല്പം ഉളുപ്പ്. ആ പെൺകുട്ടി എത്ര റിക്വസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും വീണ്ടും കിടന്നുകൊണ്ട് എന്താണ് ഈ വർത്തമാനം? ഇതൊക്കെ എന്താണ് ഈ നടക്കുന്നത്? ഈ വ്യക്തി ഒരു 30ഓളം വരുന്ന പെൺകുട്ടികളുമായി ചാറ്റ് ഉണ്ടായിരുന്നു. ഇവൻ എന്തിനാണ് ഇവന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തത്? 50,000 പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് എന്തിനു ഡിലീറ്റ് ചെയ്യണം? അതിനകത്ത് അത്രത്തോളം ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്, അവള് കയ്യോടെ പൊക്കി. അപ്പൊ അത് ഡിലീറ്റ് ചെയ്താൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചോ? നീ കേസ് കൊടുക്കടാ, അപ്പൊ അവിടുന്ന് പോലീസ് എടുക്കും. അത് എന്തൊക്കെയാണ് നടക്കണേന്ന് മനസ്സിലായില്ലേ? ആണൊരുത്തൻ തെറ്റ് ചെയ്താൽ ഉടനെ ആണൊരുത്തൻ വരിക കൂട്ടിന്. അവന്റെ ഭാര്യയെ വെളുപ്പിക്കാനല്ല. ഇപ്പൊ അവന്റെ ഭാര്യയെ പറ്റി പറഞ്ഞു, അമ്മലിനോട് അത് ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? അതിനകത്ത് മുഴുക്ക പട്ടി ഷോ ആയിരുന്നല്ലോ. ആ ഷോയ്ക്ക് മുഴുക്ക എന്തുമായിരുന്നു? അത് ഞാൻ പിന്നെ നമ്മൾ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ജനുവിനാണ്, അവനത് നല്ലോണം നൊന്തെന്ന്. ഞാനും പറഞ്ഞിരുന്നു ഉച്ചക്കത്തെ ലൈവിലും, ഇനി അവൻ അറിഞ്ഞാൽ ഇത് ശരിയാക്കി കൊടുക്കുമെന്ന്. നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, നമ്മൾ അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവനെ വെളുപ്പിക്കാനായിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കേണ്ടത് എന്തുവാ? ആ പെൺകുട്ടിയോട് അവൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിന്റെ വോയിസ് ഒന്നും ഞാനൊന്നും കേൾപ്പിക്കുന്നില്ല, എന്നാലും കുറച്ച് ഭാഗം നിങ്ങൾ കേട്ടോളൂ. ആ കുട്ടിക്ക് അത്രത്തോളം മെന്റൽ ഹറാസ്മെന്റ് ആണ് ഇവൻ കൊടുക്കുന്നത്. ഹലോ ചേട്ടാ, എനിക്ക് അങ്ങനെ ബോധിപ്പിച്ചു തരുന്നതിന് അറിയില്ല ചേട്ടാ. എന്റെ കോളും ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്ക്. അതിനറിയോ മറ്റേ ഞാനേ വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ കാര്യം പറഞ്ഞാല് എന്റെ കയ്യിൽ നിങ്ങൾ പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടാണ്. എന്തായാലും ഞാനപ്പോ എന്തായാലും കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ എന്റെ അടുത്ത് അവൻ പറഞ്ഞതാ ഇത്. അവൻ പറഞ്ഞതല്ലെന്നുണ്ടെങ്കിൽ എന്റെ പോലെ ചേട്ടാന്റെ അച്ഛനും അമ്മയും മരിച്ചുക്കോട്ടെ, അത് കൂടുതലേക്കൊന്നും പറയാൻ പറ്റില്ല. ഇവൻ എന്നോട് പറഞ്ഞതാ. ഞാൻ എന്റെ ഇപ്പൊ ഒത്തിരി പറഞ്ഞു കേട്ടെന്ന് എനിക്ക് മനസ്സിലായതോ പറഞ്ഞോട്ടുണ്ടാവും തന്നെയാണ്. കാരണം സ്വഭാവം പറഞ്ഞതാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തറിയോ, അത് ഓണം ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം നിങ്ങളടുത്ത് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് മതി. ഇപ്പൊ ഞാൻ കേസ് എടുക്കുകയാണെങ്കിൽ പോലും കൂടി നിങ്ങളെ പേര് പറഞ്ഞിട്ട് കേസ് എടുക്കുള്ളൂ. അതായത് അമ്മൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞാറ്റൊക്കെ അയച്ച സ്ക്രീൻഷോട്ട് വെച്ചാൽ ഞാൻ കേസ് എടുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ വക്കീലിനെ വെച്ചിട്ട് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അത് വക്കീലോട് ഞാൻ തെളിയിക്കണമെങ്കിൽ എന്റെ കയ്യിൽ അതിനോട് പൈസ ഒന്നുമില്ല. അതെനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ പറയുന്നേ ചേട്ടനല്ലേ ഇപ്പൊ എന്റെ പേരിട്ടെ. ചേട്ടൻ ഇവൻ എന്നോട് പറഞ്ഞോണ്ട് ചേട്ടന്റെ ഞാൻ എന്ത് ചെയ്തു ചേട്ടൻ ചെയ്തേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനില്ലേ എന്റെ ഭാര്യയെ പറ്റി ചേട്ടൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടന്റെ ഭാര്യ പോലെ തന്നെ ഒരു പെണ്ണല്ല ഞാനും. ഞാൻ നിങ്ങൾ പിന്നെ നിങ്ങളെ ഇപ്പൊ ഞങ്ങളുടെ അമ്മലുമായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാകും. എന്തുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിട്ടില്ല സ്പോട്ടിൽ തന്നെ? ഇനിയാണ് നിങ്ങൾ അവന്റെ കുറുക്കന്റെ ചോദ്യങ്ങൾ കേൾക്കുക. തന്നെ ഒരു പുറത്തുള്ള ഒരു പയ്യൻ, അതായത് മറ്റൊരുത്തന്റെ ഭർത്താവ് നിങ്ങൾക്ക് വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ അവനെ ബ്ലോക്ക് ആക്കിയത് എവിടെ ഇത്രയും ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു നിങ്ങൾ? അപ്പൊ അവിടേക്ക് കെട്ടേണ്ട ആവശ്യം ഒരാള് തുടക്കത്തിൽ തന്നെ റോങ് ആണെന്ന് തോന്നി അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്യണ്ടേ? എന്തിന് നിങ്ങൾ ഇത്രയും സംസാരം കേട്ടിരുന്നു? ഇവനെ 1 2 വട്ടം സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിച്ച കൂട്ടത്തിലാണ് ഇതും പറഞ്ഞേക്കണേ.
അതാ ഇപ്പൊ ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ പറയാണ് മറ്റേ ഗ്രീഷ്മ ഞാൻ മറ്റൊരു കുട്ടിയുടെ പോയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എത്ര പെണ്ണുകളെ പറ്റി പറഞ്ഞു. എന്റെ ഭാര്യ ഉണ്ണിവാവയില് മറ്റേ അവര്, അതുപോലെ തന്നെ അനുവിന്റെ വൈഫ്, അതുപോലെ തന്നെ മറ്റേ കുഞ്ഞാറ്റ പ്രസവിച്ച് കിടക്കുമ്പോ അവിടെ ഇതിൽ വന്ന അവര് ഡോക്ടർ 5 പെണ്ണുങ്ങളെ ഡായി എന്നുള്ള കാര്യം ഒറ്റടിക്കാലത്ത് പറഞ്ഞോ. അത് ഘട്ടം ഘട്ടം പറയുമ്പോ തന്നെ നിങ്ങൾക്ക് പറയണല്ലോ സ്റ്റോപ്പ് ചെയ്യാന്. ഇത് അമൽ എന്നിട്ട് പറയണ എനിക്ക് ഇങ്ങനത്തെ കാരണം കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല? ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ കോൾ എടുക്കാൻ ചേട്ടാ? ഇത്ര നാളായില്ല ചേട്ടാ. ഞാൻ എന്താ അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റിനാണത്. എവിടെ കടകോലം വെച്ചിട്ട് അവള് പറയുന്നുണ്ട്, അവള് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് നിങ്ങൾ ആ കോൾ റെക്കോർഡർ എടുത്തിട്ടല്ലേ ഈ വർത്തമാനം പറയേണ്ടത്? അതാണോ ഞാൻ എത്രയും പേരെ കാര്യം പറയുമ്പോഴത്തേക്ക് അവളത് തെളിവ് തരാന്നല്ലേ പറയുന്നത്? പിന്നെന്തുവാ? ഇതിപ്പോ ഞാൻ പറഞ്ഞ കുഞ്ഞാറ്റ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മെസ്സേജ് പറഞ്ഞു. അതെ. കുഞ്ഞാറ്റയുടെ ഭർത്താവ് നിങ്ങൾക്ക് സംസാരിക്കുകയെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ പറയണ്ടേ എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാറുണ്ട് പൊന്നൂസിനെ ഞാൻ സംസാരിക്കാറില്ല. എനിക്ക് വേണം മെസ്സേജ് അപ്പൊ തന്നെ ഞാൻ പൊന്നൂസിന് ഓ ഇയാള് ഭയങ്കര ഡീസന്റ് ആണെന്ന് അങ്ങ് വെപ്പ ചമ്മയിച്ച് വിശ്വസിച്ച് നിങ്ങൾ ഒരാളിൽ മെസ്സേജ് കേട്ടോ പറഞ്ഞു. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ എന്തിനാ നിങ്ങൾ അങ്ങനത്തെ വേറൊരാളുടെ ഭർത്താവ്? ഞാൻ അവനോട് സംസാരിച്ചെന്നുള്ളത് എന്റെ തെറ്റാണ്. പക്ഷെ ഞാൻ ആ തെറ്റ് അപ്പോഴേ തിരിച്ചിട്ടുണ്ട്. ഞാൻ അവനായിട്ട് കോണ്ടാക്ട് വിട്ടിട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങൾ കുഞ്ഞാറ്റയ്ക്ക് വിളിച്ചേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലല്ലോ. എന്തായാലും അവൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞേ. നിങ്ങൾ കുഞ്ഞാറ്റയ്ക്ക് വിളിച്ച് പറയണം സുജിൻ ഇങ്ങനെ കേസ് കൊടുക്കാൻ പോകുന്ന പറഞ്ഞിരിക്കുന്ന മുന്നിൽ പോയി ശരി അവരെ കുഞ്ഞാറ്റയ്ക്കാണ് അവന്റെ അടുത്തേക്ക് എത്തിച്ചത്. നിങ്ങള് കുഞ്ഞാറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞോ. ഞാൻ എന്തായാലും നിങ്ങളെ പേര് വിട്ട് സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾ അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചോ. അമല് പറയണം അമല് അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് അമൽ തെളിയിച്ചോട്ടെ. ചേട്ടനല്ലേ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ സൈബർ സെല്ലിൽ നിന്ന് എടുക്കാന്ന്. അപ്പൊ ചേട്ടൻ അത് എടുക്കാൻ മനസ്സിലാവില്ല ചേട്ടാ. ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണോ? അതെ നിങ്ങൾ നടക്കുന്നു വേണ്ടി നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോ വന്ന് സത്യം പറഞ്ഞാൽ മതി. ഇത് വേറെ പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഇപ്പത്തെ നമ്മുടെ കേരള നിയമം എങ്ങനെയാണ്? ഒരു പെണ്ണ് പറയുന്നതാണ് സത്യം. നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. ഞാൻ അമ്മന്റെ അടുത്ത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ മതി, നോണ പറയണ്ട. ഇതില് എനിക്കും കുഞ്ഞാറ്റയ്ക്കും സെയിം സംഗതി കിട്ടേണ്ടത്. കാരണം കുഞ്ഞാറ്റ പറയുന്നത് കുഞ്ഞാറ്റ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് മ്യൂച്വൽ ആയിട്ടുള്ള മറ്റേ ഡിവോഴ്സ് കിട്ടും, എനിക്ക് സത്യം കിട്ടും. ഇത്രേ ഉള്ളൂ. നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി, പ്രശ്നം കഴിഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ എന്തുവാ പോലീസുകാരെ വിളിക്കുമ്പോഴത്തെ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആരുടെ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ ചേട്ടൻ എന്നോട് പറഞ്ഞോ നിങ്ങൾ വക്കീലിൽ വെച്ചത് ചേട്ടൻ ഒന്ന് ആലോചിക്കേ. എന്റെ വീട്ടിൽ പോലും അറിയാൻ പാടില്ല ഇപ്പൊ ഇത്. അപ്പൊ ഞാൻ എങ്ങനെ ഒരു വക്കീലിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണേ? അതിന് ഉള്ള ഫണ്ട് എന്തെങ്കിലും അവന് അറിഞ്ഞൂടാ. സ്റ്റേഷനിൽ വിളിക്കുമ്പോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കൂടെ സംസാരിക്കേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമം നിങ്ങൾക്ക് അറിയുന്നല്ലേ? സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല സാറേ, എന്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ഇക്കാര്യം പറഞ്ഞ പോലെ ഇടരുത് കേട്ടാ. ഇതൊക്കെ റെക്കോർഡാണ്. ഇതൊക്കെ റെക്കോർഡാണ്. ഓക്കെ എന്റെ ഫോണിലും റെക്കോർഡ് തന്നെയാ. പക്ഷെ ഇതൊന്നും ഇടരുത് കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അയ്യോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. ഇതിൽ നിങ്ങളെ കുഞ്ഞാറ്റിയെ കുറിച്ച് പറയാം. കാരണം കുഞ്ഞാറ്റിയാണ് ഇതിന്റെ എത്തിച്ചത്. അപ്പൊ കുഞ്ഞാറ്റി ചേട്ടന്റെ അടുത്തേക്ക് എത്തിച്ചു. ഓക്കെ സമ്മതിച്ചു. ഇതിപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് ഞാൻ എന്ത് കേട്ടല്ലോ ചേട്ടൻ്റെ അടുത്ത് ചെയ്തേ. ഞാൻ ഈ പറഞ്ഞ അമലിന്റെ അടുത്ത് എന്ത് ചെയ്തേ അവനായിട്ട് വന്ന് പറഞ്ഞതാ, അല്ലാതെ ഞാനായിട്ട് പോയി ചോദിച്ചതല്ല. അപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞാറ്റിക്ക് വിളിക്കുക, അല്ലെങ്കിൽ അമലിനെ വിളിച്ചോ. വിളിച്ചിട്ട് തീരുമാനമായിട്ട് ഞാൻ അമലിനെ വിളിച്ചിട്ട് അവനൊന്നും എന്താ പറയണേ ഇവരിങ്ങനെ കലത്തരം പറഞ്ഞു എനിക്കറിയൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ കലത്തരം പറയാൻ അറിയില്ല. ഞാൻ ഗ്രീഷ്മ പറയാം. ഇപ്പൊ ഗ്രീഷ്മ എത്ര സംസാരിച്ചല്ലേ അവൻ അങ്ങനെ. ഇപ്പൊ മറ്റേ ഗ്രീഷ്മ മറ്റേ അമലിനെ വിളിച്ചിട്ട് നല്ല രീതിക്ക് സംസാരിച്ചിട്ട് ഈ അങ്ങനെ പറഞ്ഞു അവന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിൽ കഴിച്ചിട്ട് ഓ നല്ല രീതിയിൽ അവന്റെ അടുത്തുനിന്ന് സംസാരിക്കാൻ എങ്ങനെയുണ്ട് അതെനിക്കറിയില്ല. അപ്പൊ അത് നിങ്ങൾ തന്നെ സംസാരിച്ചെടുക്കണം. ഇതിൽ എന്റെ ഭാഗത്തും യാതൊരു വിധ തെറ്റുകളുമില്ല. പക്ഷെ ഇത് ഒരാള് ഇതിപ്പോ എന്നെ ഇന്നത്തേക്ക് വലിച്ചിടാല്ലേ. ഇപ്പൊ ഞാൻ എന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു, ഞാൻ അത് പറഞ്ഞില്ലേ. ഞാനിപ്പോ എന്റെ കൂടെ ചെറുപ്പശ്ശേരി ഇത് ഫോൺ നമ്പർ ചേട്ടൻ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരാളാ. ഞാൻ അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ ഒരാളെ പബ്ലിക്കിലേക്ക് വലിച്ചെന്നാത്ത ശരിയാണോ? ഇതിൽ നിങ്ങളെ ഭാഗത്തുള്ള തെറ്റെന്ന് പറയാൻ എന്താണെന്നറിയോ? ഒരാളോട് നിങ്ങൾക്ക് സംസാരിച്ചിരുന്നത് തെറ്റാണ്. എന്തിനും സംസാരിച്ചിരിക്കണം? ഇത് ചോദ്യം അതാണ്. എന്തിന് നിങ്ങൾ മറ്റൊരാളുടെ ഭർത്താവോട്ട് ഇത് സംസാരിച്ചിരിക്കണം? നിങ്ങൾ അപ്പൊ തന്നെ പറയണ്ടേ കുഞ്ഞാറ്റയ്ക്ക് ഫോൺ കൊടുക്കി കുഞ്ഞാന്റെ നമ്പർ കാട്ടുക പറയണം. ഇത്രയും ഭർത്താവ് നമ്പർ ഞാൻ പലവട്ടം അവളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളും ആൺകുട്ടിയാണ്, ഞാൻ പൊട്ടനല്ല. ചേട്ടൻ ഞാൻ അവനോട് ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. ചേട്ടൻ
ചേട്ടാ ഏതെങ്കിലും ഒരിക്കൽ റെക്കോർഡിങ്സ് എടുക്കുക, അപ്പൊ അറിയാൻ പറ്റും ഞാൻ എന്താ സംസാരിച്ചേക്കണേന്ന്. നിങ്ങൾ കൂട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ അത്രയ്ക്ക് പറയോ ഞാൻ ഇന്നാളാക്കിയിട്ട് ഞാൻ സുജിത് ഞാൻ ഇന്നാളാക്കി അത് നമ്മൾ പറയോ? ഇല്ല. അവിടേക്ക് വർത്താനം പറയാൻ എത്തേണ്ട ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ലേ? നിങ്ങൾ അങ്ങനെ വർത്താനം പറയുമ്പോ തന്നെ അവിടെ നിർത്തണമായിരുന്നു. ഇതിനെ പറ്റില്ലേ? ഇതിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞോ ആ സുജിൻ ഇങ്ങനെ ചെയ്യാണ്, ഇതിൽ മറ്റേ കുഞ്ഞാറ്റ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇതിവിടെ നിൽക്കില്ല എന്ന് നിങ്ങൾ കുഞ്ഞാറ്റെ വിളിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ അമ്മലിനെ വിളിച്ച് പറഞ്ഞോ. ഇപ്പൊ അമ്മയുടെ പറഞ്ഞ അമ്മയിലേക്ക് അമ്മയിൽ എറണാകുളത്തേക്ക് വരാൻ പറ്റില്ലാതെ. അപ്പൊ അത് നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി. ഇതിൽ നിങ്ങൾക്ക് ചാറ്റാനായിട്ട് അല്ലെങ്കിൽ ആവട്ടെ, ഇതിൽ ഫുള്ള് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി മുന്നിട്ട് പോയാൽ മതി. ആവശ്യമില്ലാതെ എന്തിനാണ് മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നത്? അത് നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന്, അത് ഡീപ്പിങ് കാര്യമൊക്കെ വെച്ച അക്കൗണ്ടിൽ നിന്ന്, ഇത് നിങ്ങളെ ഭാഗത്ത് തെറ്റല്ലേ? ചേട്ടാ ഞാൻ കുഞ്ഞാറ്റയുടെ അടുത്ത് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഇത്. കുഞ്ഞാറ്റ ഇങ്ങനെ ഷെയർ ആക്കുമെന്ന് ഞാൻ വിചാരിക്കണ്ട. ഇപ്പൊ ചേട്ടൻ ഇന്നലെ എന്നെ വിളിച്ച കാര്യം അതും ചേട്ടൻ ഇങ്ങനെ ചേട്ടനോട് ഞാൻ പറഞ്ഞു എന്റെ വോയിസ് ഇങ്ങനെ ഇടുന്നു. അപ്പോഴും ചേട്ടൻ എന്റെ ആ വോയിസ് അങ്ങനെ തന്നെ ഇട്ടില്ലേ? ഇത് എന്റെ ഭാഗത്ത് എനിക്കത് ഞാനല്ലേ ചേട്ടനില്ലേ ചേട്ടാ, ചേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല. ശരി, ചേട്ടന് ശരിക്കും ഒരു മനസ്സാക്ഷി ഇല്ല ചേട്ടാ. അയ്യോ മോളെ എന്ത് മനസ്സാക്ഷി? ഞാനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ കാര്യം ഞാൻ ആ കുഞ്ഞാത്തിനോട് പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഞാൻ മനസ്സിൽ തെറ്റ്. അല്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. പറഞ്ഞത് അവനാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൽ ഞാൻ ചോദിച്ചത് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാറുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ സംസാരിച്ചത്? അവനെ ഞാൻ എന്ന് ബ്ലോക്ക് ആക്കിയതാണ് ചേട്ടനോട് എത്ര വട്ടമായി പറയണോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞില്ല. എന്താവും അതെന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും സംസാരിച്ചുകൊണ്ടായിരിക്കില്ലേ? പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് സംസാരിച്ചതായിരിക്കില്ലല്ലോ. ഇവനാകെ എന്നോട് 2 വട്ടവും 3 വട്ടവും സംസാരിച്ചിട്ടുള്ളൂ. അതിൽ കൂടി സംസാരിച്ചിട്ടില്ല. അല്ലാതെ എവിടെ സംസാരിച്ചത് നിങ്ങളായിട്ട്? അതെവിടെ സംസാരിച്ചത്? എന്റെ കോളില്. ഓക്കെ, ഫോണിൽ സംസാരിച്ച ആളെങ്ങനെ ടെലിഗ്രാമിലേക്ക് എത്തിയത്? ഇന്നലെ ഇവിടെ പറഞ്ഞു ടെലിഗ്രാമിൽ അവൻ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്നു. ഞാൻ അവനെ അയച്ചിട്ടില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരാൾക്ക് നിങ്ങളെ നമ്പർ ചേട്ടൻ ഇന്നലെ ചോദിച്ചു, ഞാൻ നമ്പർ തന്നില്ലേ? അത് മോശം ഒരു ഇത് വെച്ചിട്ടാണ് തന്നെ. എക്സാക്ട്ലി. ഓക്കെ, ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ അപമര്യാദയായിട്ട് നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ അപ്പൊ തന്നെ എന്നെ അതെന്നെ ബ്ലോക്ക് ചെയ്ത് പോണം. അങ്ങനല്ലേ? അതങ്ങനെ അതെ, അപ്പൊ തന്നെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബ്ലോക്ക് ആക്കി പോകും. ഇതില്ലേ ഇവൻ എന്റെ അടുത്ത് ആദ്യം മര്യാദ സംസാരിച്ച പിന്നെയല്ലേ സംസാരം മാറിയിട്ട്. അതിനുശേഷം ഞാനൊരു സംസാരിച്ചിട്ടില്ല ചേട്ടാ. ചേട്ടാ ഞാൻ പറയുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ആ പെങ്കൊച്ചിനെ പറഞ്ഞ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ മുഴുവനൊന്നും കേൾപ്പിക്കുന്നില്ല. സുജിൻ ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. പോക്കർത്തരമാണ് കാണിക്കുന്നത്. അങ്ങ് നിർത്തുക. നിന്റെ പെണ്ണുമ്പിളയോ അവനുമായിട്ട് ബന്ധമുണ്ടെന്ന് അവനാണ് പറഞ്ഞത്, ആ പെങ്കൊച്ചല്ല. ആ പെങ്കൊച്ച് ആ ചാറ്റ് ഹിസ്റ്ററി അതിനകത്തുണ്ട്, അതിൽ നിന്ന് എടുക്കാനാ പറഞ്ഞത്. റിക്കവർ ചെയ്തെടുത്തോ. നീ കേസ് കൊടുക്കും, പിടിച്ചു വിഴുങ്ങും, ഞാൻ പബ്ലിഷ് ചെയ്യും, ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറയാൻ നാണമില്ലടാ. എന്തൊക്കെ വർത്താനങ്ങളാ പറയുന്നത്? ആ കുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യും, അതിന്റെ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ നീ ഫോട്ടോ പബ്ലിഷ് ചെയ്താൽ ഇപ്പുറത്ത് അതിന് വേണ്ടിയിട്ട് ആളുണ്ടെന്നാ പറഞ്ഞു വന്നേ. ആ പെൺകുട്ടി ഗ്രീഷ്മ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യം പറയുക. നിന്നെ ടോർച്ചർ ചെയ്യുന്ന യവന്മാർ രണ്ടുപേരും കൂടെ, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ഈ വേല കാണിക്കുന്നത്. ഇത്രയധികം പീഡനം, മാനസിക പീഡനം ഇത്ര വർഷമായിട്ട് അത് അനുഭവിച്ചിരിക്കുന്നു. പോക്സോ ക്രൈമാണ് കൊടുക്കേണ്ടത്. നീ ചെറിയ പ്രായത്തിൽ, അതും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്ന സമയത്ത് നടന്ന സംഭവമാണ്. രണ്ടിനെ ഈ പോക്സോ ക്രൈമിൽ തന്നെ പിടിച്ചകത്താക്കണം. ഇവന്റെ അറിവോടുകൂടിയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ എനിക്ക് പിടികിട്ടിട്ടുള്ളത്. കുറച്ചങ്ങ് അടങ്ങ് സുജിനെ. ഒരു അല്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങ് ചാടി കടിക്കാൻ വരല്ല. നീ അങ്ങ് വലിയ പൊങ്ങല്ലേ, ഒത്തിരി അങ്ങ് പൊങ്ങല്ലേ. നിന്റെ പെണ്ണുമ്പിളേക്ക് എടുത്ത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാ ഈ കിടന്ന് തിളയ്ക്കുന്നേ? എന്തോ തെളിയിക്കാനാ? നീ തന്നെയല്ലേ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിളേക്ക് അവിഹിതം എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പട്ടിഷോ ഇതിന് മുമ്പ് കിടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ അത്ര വെപ്രാളം എന്താ വന്നേ? അതെന്താ പെട്ടെന്നൊരു ദിവസം അങ്ങ് ഭയങ്കര നല്ലവനാവുന്നേ? എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളെല്ലാം കണ്ടല്ലേ, നല്ല കണ്ടന്റ് കിട്ടി, അതല്ലേ വെപ്രാളം? ആ പെൺകൊച്ചിന്റെ തലയിൽ കയറാൻ ഒരു കാര്യമില്ലാണ്ട് ആ കുട്ടിയാണെങ്കിൽ അടിച്ചു പറയണു, അതെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഉണ്ടെന്ന് പറയണു. അതിന്റെ വിവാഹം നിശ്ചയിച്ച് അതൊരു ജീവിതത്തിലേക്ക് കടക്കാതിരിക്കുന്ന ആ കൊച്ചിനെ കൊണ്ട്, ആ പയ്യനെ കൊണ്ട് പോയി അടുപ്പിക്കാനെന്ന് അവനെ. നിനക്ക് വേണമെങ്കിൽ നീ പോയി അടി. അവളെ അല്ലല്ലോ പറഞ്ഞത്. അവളുടെ അടുത്ത് മോശം പറയാൻ അവരെ കുടുംബത്തിൽ നിന്ന് ആള് വന്ന് അവരുടെ അടുത്ത് സംസാരിച്ചെന്ന് അവൻ ഇന്നിട്ട വീഡിയോയ്ക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അവന്റെ വീഡിയോയ്ക്കകത്ത് അവൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അല്ലെ ഞാൻ ഒരു കല്യാണത്തിന് നിന്നപ്പോഴത്തേക്കാണ് എന്നെ വിളിപ്പിച്ചത്, ഞാൻ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു, ഞാൻ സോറി എഴുതി ഇട്ടു എന്നൊക്കെ അവൻ തന്നെയല്ലേ പറഞ്ഞത്. കാലങ്ങളായി സംസാരിച്ചു നോക്കിയിട്ട് ഇനിയിപ്പോ എന്ത് നിനക്കെന്ത്? നീ ആരും സദാചാരവാദിയാ? അവര് സംസാരിച്ച് അവർ തമ്മിൽ ശരിയാവാത്തത് കൊണ്ട് അവർ വിട്ട്. ഞാൻ അത് നീ നന്നാക്കാൻ പോണേ എന്തിനാണ്? നിന്റെ പെണ്ണുമ്പിളെ പറ്റി പറഞ്ഞതിനെ പറ്റി നീ ചോദിച്ചിട്ട് അവന്റെ വീഡിയോ നോക്കുക. വീഡിയോയ്ക്കകത്ത് എന്താണ് അവൻ ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ നമുക്ക് എന്തോ തോന്നുമ്പോ ഭാര്യയ്ക്ക് വേണ്ടി ബഹളം വെക്കുന്ന ഭർത്താവ് നാളെ എന്താ പറയാന്നറിയാം? ഈ പെങ്കൊച്ചു കുഴപ്പമൊന്നും പറഞ്ഞോണ്ട് വരും. കൂട്ടുകാരനെ സേവ് ചെയ്യാനുള്ള പരിപാടിയാ. ഇത്രയും പക്ക എവിഡൻസ് വെച്ച പെങ്കൊച്ചു പറഞ്ഞാർക്കെ പോലെ അവൻ പറയണത് കുഴപ്പമൊന്നും. അത്രയെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചത് കൊണ്ട് കൊള്ളാം.
അപ്പൊ അവള് വളഞ്ഞു എന്ന് കരുതി കിട്ടാവുന്ന സോഴ്സിലേക്കൊക്കെ അവക്കെതിരെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റെന്ന് പറയണത് സൗഹൃദമായാലും ശരി, ബന്ധുവായാലും ശരി തന്നെ. അത് പറയുന്നതിന് പകരം അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെ അതല്ലല്ലോ സബ്ജക്റ്റ്. സംഭവം ഇങ്ങനെ വഴിതിരിച്ച് വേറെ അങ്ങോട്ടാ കൊണ്ടുപോവുകയാണ്. എല്ലാ യൂട്യൂബേഴ്സിനെയും വളഞ്ഞു പിടിക്കുന്നുണ്ട്. ഇട്ട എല്ലാ യൂട്യൂബേഴ്സിനെ അമ്മലി വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മിടുക്കനാ നീ, നടക്കട്ടെ, കാണാം, വെയിറ്റ് ചെയ്യുന്നു.